നമുക്കിന്നൊരു നല്ല മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ? ഇപ്പോൾ ഇവിടെ കാനഡയിൽ നല്ല തണുപ്പും മഴയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞിരുന്ന സമയത്താണ് ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചത്. അപ്പോൾ നമുക്ക് മഷ്റൂം നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ആ മഷ്റൂം എടുത്ത് ആ ഓരോ മഷ്റൂമിനെയും ഒരു നാലായിട്ട് കട്ട് ചെയ്ത് അതിനെ വീണ്ടും ഒന്നുകൂടി ചെറുതാക്കി ഇത് ഏകദേശം ഈ ഒരു അളവിൽ വെട്ടി മുറിച്ച് കഴുകി വൃത്തിയാക്കി വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഡിഷിന് വേണ്ടത് ഒരു സവാളയാണ്. മീഡിയം സൈസ് ഒരു സവാള, അതും ഈ ഒരു വലുപ്പത്തിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കൊരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും, ഒരു പച്ചമുളകും, ഒരു തക്കാളിയുമാണ് ആവശ്യം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചു. എണ്ണ ചൂടായി. ആ എണ്ണയിലേക്ക് നമ്മളിതാ സവാളയൊക്കെ ഇട്ടു. സവാള ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള ഇട്ട് ഒന്ന് ചെറുതായിട്ട് ആ എണ്ണയിലൊന്ന് മൂപ്പിച്ച് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി അതിലേക്ക് അങ്ങ് തട്ടുക. അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ആ സവാളയുമായിട്ട് അതൊന്ന് മിക്സ് ആവട്ടെ. അപ്പോൾ ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളി എല്ലാവരും പറയണ പോലെ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് അങ്ങ് പോവട്ടെ. അപ്പോൾ അതിനോടൊപ്പം ആ പച്ചമുളകും നമ്മുടെ കറിവേപ്പില നമ്മുടെ സ്പെഷ്യലാണല്ലോ, നമ്മുടെ മലയാളിയുടെ സ്വന്തം കറിവേപ്പില, അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് വഴറ്റി ഏകദേശം കണ്ടോ ഈ ഒരളവിലൊക്കെ ആയി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ സവാള ഒത്തിരി അങ്ങ് വഴറ്റണ്ട ഈ ഡിഷ് ഉണ്ടാക്കാനായിട്ട്. ഈസി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ സവാള ഏകദേശം ഈ ഒരു അളവിൽ വന്നു കഴിയുമ്പോൾ നമുക്കിതിന് വേണ്ട മസാലകളെ അങ്ങ് തട്ടാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് മുളക് പൊടി ഞാനിവിടെ എടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കളറും കിട്ടും, വലിയ എരിവാകത്തുമില്ല. പിന്നെ എരിവിന് വേണ്ടി നമ്മൾ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, ഗരം മസാല. ഇത്രയും മസാലയും കൂടി അങ്ങ് തട്ടി നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിടുന്നതിന് മുമ്പ് ആ തീ ഒന്ന് കുറയ്ക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഈ പൊടികൾ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. അപ്പോൾ വഴറ്റി ആ പൊടികളുടെയും പച്ചമണമൊക്കെ ഒന്ന് പോകട്ടെ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് അങ്ങ് ആഡ് ചെയ്യാം. തക്കാളിയും കൂടി, ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് കൂടി അതിലേക്ക് തട്ടിയിട്ട് ഒന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ തക്കാളിയിലേക്കും കൂടി ഒന്ന് പിടിക്കട്ടെ. അപ്പോൾ തീ നമ്മൾ വീണ്ടും പഴയ പോലെ തന്നെ ആക്കാം കേട്ടോ. തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഇട്ട് നന്നായിട്ട് ആ മസാലയായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഷ്റൂം ആ കൂണും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഇടാം. കൂണും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മസാലയൊക്കെ ആ കൂണിൻ്റെ എല്ലാ കഷ്ണങ്ങളിലും ഒന്ന് അങ്ങോട്ട് പിടിച്ചോട്ടെ. അപ്പോൾ എങ്കിലല്ലേ നമുക്ക് ആ ഒരു കൂണിൻ്റെ ആ വെള്ള കളറൊക്കെ അങ്ങ് മാറി മസാലയുടെ കളറാവണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക. എനിക്കിന്നൊരു അബദ്ധം പറ്റി. ഞാൻ ഇന്ന് എടുത്തത് ഒരു പാനാണ്. പക്ഷേ മഷ്റൂം എല്ലാം അരിഞ്ഞ് മിക്സ് ചെയ്യാൻ ഇട്ടപ്പോഴാണ് ഞാൻ ഓർത്തത്, അയ്യോ ഇത് ഇച്ചിരി ചെറുതായിപ്പോയല്ലോ എന്ന്. അത് സാരമില്ല, മഷ്റൂം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഇതിൽ തന്നെ കൊള്ളാവുന്ന പരുവത്തിലാക്കി എടുക്കാൻ നമുക്ക്, അത് പ്രശ്നമില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പുരണ്ട് വരട്ടെ. ആ ഒരു എല്ലാ കൂണിൻ്റെ കഷ്ണങ്ങളിലും ആ മസാലയൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമുക്കിതുപോലെ അവനെ ഒന്ന് ഒരു കൂന പോലെ കൂട്ടി വച്ചിട്ട് നമുക്ക് നമ്മുടെ അടപ്പെടുത്തൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ തീ ഒരു മീഡിയം ഹീറ്റ് മതി കേട്ടോ നമുക്കിപ്പോഴും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് ഇടയ്ക്കൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ആ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് നോക്കുമ്പോഴോ യൂട്യൂബ് കാണുന്നതിൻ്റെ ഇടയ്ക്ക് പതുക്കെ അതൊന്ന് ഇളക്കിയിട്ടേക്കുക. 2-3 പ്രാവശ്യം നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കാം. ഈ മഷ്റൂം പണ്ടൊക്കെ നമുക്ക് ഈ മഷ്റൂം നമ്മുടെ നാട്ടിൽ സുലഭമല്ലായിരുന്നല്ലോ. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ നല്ല ഇടിവെട്ടുള്ള മഴയുള്ള ദിവസം നോക്കിയിരിക്കും നമ്മൾ കുറച്ച് കൂണ് കിട്ടാനായിട്ട്. അങ്ങനെയൊക്കെയാണ് നമുക്ക് പണ്ട് കൂണ് കിട്ടിയിരുന്നതല്ലോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് കൂണെല്ലാം ലാവിഷായിട്ട് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉണ്ട്. അപ്പോൾ ആ കൂണൊക്കെ മേടിച്ച് ഇതുപോലെ ഒന്ന് ഒരു ദിവസം ഉണ്ടാക്കി നോക്കുക നിങ്ങൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തായിരുന്നു. കുറച്ച് പഞ്ചസാര, ഒരു നുള്ളു പഞ്ചസാര മതി, അല്ലെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര മതി. അതും കൂടി ആഡ് ചെയ്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡിയാണ്. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ഇത് നിർത്താം. നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് നിർത്താം കേട്ടോ. ഈ കൂണിൽ നിന്ന് തന്നെ വെള്ളം വരുമ്പോൾ ഞാൻ മാക്സിമം അത് വറ്റിച്ചെടുത്ത് നല്ല റോസ്റ്റ് പരുവത്തിലാക്കി എടുക്കുകയാണ്. നമ്മളൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി നമ്മുടെ മഷ്റൂം മസാല റെഡി.